ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷ വരാനിരിക്കുന്ന പരീക്ഷ എങ്ങനെ പ്രിപ്പയർഡ് ആകാം എന്നുള്ള സ്ട്രാറ്റജിയും നമ്മുടെ ടെക് പി എസ് സി വയ്ക്കുന്ന ഒരു നമ്മുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉള്ള ഒരു പ്ലാനുമാണ്. അപ്പോൾ ആ പ്ലാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അനലൈസ് പ്രോപ്പർലി ദ സിലബസ് ആൻഡ് എക്സാം പാറ്റേൺ. നമ്മൾ മൊത്തം സിലബസ് കണ്ട് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അത് നോക്കി മനസ്സിലാക്കുക. നമുക്ക് സംബന്ധിച്ചിടത്തോളം 6 ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, പരീക്ഷയുടെ പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷം അനലൈസ് ദി ട്രെൻഡ് ഓഫ് എക്സാം, മുമ്പ് നടന്ന പരീക്ഷകൾ നോക്കുക. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു, എത്രമാത്രം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മുമ്പ് നടന്ന പരീക്ഷകൾ നോക്കുമ്പോൾ മനസ്സിലാകും. അതിനുശേഷം ഐഡൻറ്റിഫൈ യുവർ പൊട്ടൻഷ്യൽ ആൻഡ് ചൂസ് യുവർ മോഡ് ഓഫ് പ്രിപ്പറേഷൻ. ചിലർ നല്ലോണം പ്രിപ്പയർ ചെയ്ത് ശീലമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോച്ചിങ്ങിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല, ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് നേരത്തെ ഉള്ള പോലെ ഈ ടോപ്പിക്സ് ഒന്ന് നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക. അതുകൊണ്ട് അവർക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് സെൽഫ് സ്റ്റഡി മതിയായിരിക്കും. അല്ലാത്തവർക്ക് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ത്രസ്റ്റ് കിട്ടും, കുറച്ചുകൂടെ വിജയത്തിലേക്ക് എത്താനായിട്ടുള്ളൊരു കുറുക്കുവഴി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർ നല്ലൊരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗൈഡൻസ് എടുക്കുക. അടുത്ത സ്റ്റേജായിട്ട് കളക്ഷൻ ഓഫ് പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് MCQs. നേരത്തെ റെഫറൻസ് ബുക്സ് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുക. മുമ്പ് നടന്ന പരീക്ഷകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ വരുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. അതുപോലെ ഈ ടോപ്പിക്സുമായിട്ട് വരുന്ന പല പല പരീക്ഷകൾ നടന്ന ഈ ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം പ്രിപ്പയർഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ ആൻഡ് പീരിയോഡിക് എക്സാം ഷെഡ്യൂൾ. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠിക്കാനായിട്ടുള്ള സമയം ഇടണം. അതിനുശേഷം ആ പഠിച്ച ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും മോഡൽ പരീക്ഷകൾക്കുള്ള സമയം നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. അതിനടുത്തായിട്ട് ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ഫ്രം സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് MCQs. അപ്പോൾ തീവ്ര പരിശീലനം തന്നെ വേണം ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. മാക്സിമം ടൈം ഇതിനായിട്ട് നിങ്ങൾ നീക്കി വയ്ക്കുക. ഈ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്തതെല്ലാം നല്ലോണം റിവ്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. മാക്സിമം MCQസും റിവ്യൂ ചെയ്യുക. അതിനുശേഷം പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ്. അതായത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം പരീക്ഷ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകരുത്. ഒരു ടോപ്പിക് കഴിഞ്ഞാൽ, ഇപ്പോൾ മെക്കാനിക്കലിനെ സംബന്ധിച്ച് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് കഴിഞ്ഞ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പയർഡ്നെസ് ഓക്കെ ആണോ, കുറച്ചുകൂടെ കോൺസെപ്റ്റുവലായിട്ട് പ്രിപ്പയർ ചെയ്യണോ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുക തന്നെ വേണം. അപ്പോൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പീരിയോഡിക് റിവിഷൻ, സിലബസ് കംപ്ലീഷൻ ആൻഡ് ഫുൾ റിവിഷൻ. പീരിയോഡിക് റിവിഷൻ എന്ന് പറയുന്നത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ടിരിക്കരുത്. മാക്സിമം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ആദ്യത്തെ ടോപ്പിക്കൊക്കെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് അത് മറന്നു പോകും. ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ പഠിച്ച് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് സെക്ഷൻ ഒന്നുകൂടെ ഒന്ന് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഫുൾ ടോപ്പിക് വൈസ് മോഡൽ എക്സാംസ്, മൊത്തം മോഡൽ അല്ലെങ്കിൽ മോക്ക് പരീക്ഷകൾ എടുക്കുക. 15 പരീക്ഷകളെങ്കിലും മിനിമം എടുത്തിരിക്കണം. ഈ എക്സാമിന് ഒരു 1-1.5 മാസം മുമ്പ് ഒരു 15 പരീക്ഷയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം അനലൈസ് യുവർ മിസ്റ്റേക്സ് ഫ്രം മോഡൽ എക്സാംസ് ആൻഡ് സ്റ്റഡി ഗ്യാപ്സ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മോഡൽ പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോർ എത്രയുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രിപ്പയർഡ്നെസ്, ലെവൽ ഓഫ് പ്രിപ്പയർഡ്നെസ് എന്തായി, എവിടെയൊക്കെ നിങ്ങൾക്ക് പാളി പോയിട്ടുണ്ട്. അതൊക്കെ റിവ്യൂ ചെയ്യുക. പിന്നെയും പോയി ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ, അടുത്ത മോഡൽ പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് നമുക്ക് ഈ പരീക്ഷയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് റിവിഷനാണ് പിന്നീട് എടുക്കാൻ പറ്റുന്നത്. കാരണം ഒരു 1-1.5 മാസമായിരിക്കും നിങ്ങൾ ഫുൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഉണ്ടാകുന്നത്. ആ 1 മാസം കൊണ്ട് നമുക്ക് ഫുൾ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ഫുൾ റിവ്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ക്വിക്ക് റിവിഷൻസ് എടുക്കുക.
അതിനുശേഷം ഒന്നുകൂടെ മാക്സിമം ടൈംസ് റിവ്യൂ ആൻഡ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പിന്നെയും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുക. മാക്സിമം ക്വിക്ക് റിവിഷൻസ് പിന്നെയും എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ബൈ ഹാർട്ട് ആവും. അത്രത്തോളം നമുക്ക് പെട്ടെന്ന് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഉത്തരം നൽകാനായിട്ട് പറ്റും. പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയിൽ എപ്പോഴും 20% പേര് മാത്രമേ സീരിയസ് പ്രിപ്പറേഷൻ ഉണ്ടാവൂ എന്നുള്ളതാണ് ഒരു അനാലിസിസ്. അപ്പോൾ ആ 20% നിങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആദ്യം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആ ഒരു സീരിയസ് പ്രിപ്പറേഷൻ എങ്കിലും ആദ്യം എത്തിക്കുക. അതിനുശേഷം നമുക്ക് ഈ മോഡൽ പരീക്ഷകളും ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ലെവൽ അറിയാം. അതിനുശേഷം നമുക്ക് ആ ഗ്യാപ്പ് കണ്ടുപിടിച്ച് പിന്നെ മുന്നേറാനായിട്ട് സാധിക്കും. PSC ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതായത് IEOയുടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി പരമായിട്ട് തന്നെയാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സ്ട്രോങ് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മുമ്പ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സക്സസ് റേറ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ IEOയുടെ തന്നെ കോഴ്സ് മുമ്പത്തെ പരീക്ഷയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റാണിത്. അപ്പോൾ വിശ്വജിത് S, മുഹമ്മദ് റാസി, മുഹമ്മദ് ഷാറൂഖ് S, സന്ദീപ് എന്നുള്ളവരാണ് ടോപ്പ് ഉന്നത റാങ്കുകളിലേക്ക് എത്തിയത്. ഇനി നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മെൻറ്ററാണ് നമ്മുടെ ക്ലാസ്സസ് നയിക്കുന്നത്. 25ഓളം PSC ലിസ്റ്റിൽ തന്നെ ഉള്ള ഒരു മെൻറ്ററാണ്. അപ്പോൾ സജീവ് സാറാണ്. 30ഓളം കോമ്പറ്റീറ്റീവ് സ്റ്റേറ്റും സെൻട്രൽ പരീക്ഷകളുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. 10,000ഓളം സ്റ്റുഡൻസിന് മെൻറ്ററായിട്ടുണ്ട്. MTech ഇൻ മെഷീൻ ഡിസൈനാണ് ക്വാളിഫിക്കേഷൻ. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. 11 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. ഇനി മറ്റ് ഫാക്കൽറ്റികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വലിയൊരു ഫാക്കൽറ്റി ടീം തന്നെ IEOയ്ക്കുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഗായത്രി സുജ എന്ന് പറയുന്ന മാമുണ്ട്. MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോഴ്സസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മിനിമം 3 PSC ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ മാത്രമാണ്. അടുത്ത സിവിലിൽ തന്നെ ആതിര AS എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. MS ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. വേരിയസ് PSC ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അനു ടീച്ചറുണ്ട്. BTech ഇൻ ഹോണേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 4 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ വിപിൻ ഗോപൻ PhD ഇൻ മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റ്. വളരെ നല്ലൊരു ഫാക്കൽറ്റിയാണ്, നല്ലൊരു മെൻറ്ററാണ്. BTech ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഒരുപാട് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മൃദുല B ഉണ്ട്. PhD സ്കോളറാണ്. MTech ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. BTech ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അടുത്ത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഭാഗം കവർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സജീവ് സാറുണ്ട്. അരവിന്ദ് സാറുണ്ട്. ME ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് PSC ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള പ്രൊഫൈൽസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. അതത് സബ്ജക്റ്റിൽ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ളവർ മാത്രമാണ് ആ സബ്ജക്ട്സ് നമ്മുടെ ടെക് PSCയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. രാകേഷ് ചന്ദ്ര MTech ഇൻ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്. BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് PSC ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ ആർച്ച P ലാലുണ്ട്. PhD നാവിഗേഷൻ. BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. വേരിയസ് PSC ലിസ്റ്റിലുണ്ട്. ഭരത് സാറുണ്ട്. MTech ഇൻ ഇലക്ട്രിക്കലാണ്. BTech ഓൾസോ ഇൻ ഇലക്ട്രിക്കൽ. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് PSC ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അപർണ ടീച്ചറുണ്ട്. MTech ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്. BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് PSC ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അജിന ടീച്ചറുണ്ട്. MTech ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്. BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. നൂറ മാമുണ്ട്. MTech ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അശ്വതി ടീച്ചറുണ്ട്. MTech ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ വിജി മാമുണ്ട്. MTech ഇൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. വേരിയസ് PSC ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ശരത് സാറുണ്ട്. മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫാക്കൽറ്റികളുടെ ലിസ്റ്റ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വലിയൊരു നിര തന്നെ ഉണ്ട്. എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ്. ഒരുപാട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഒരുപാട് PSC ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള PSC ഓറിയൻറ്റേഷൻ ഉള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനും
നല്ല കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ വിജയത്തിലേക്ക് പിടിച്ചു കയറ്റാനായിട്ട് സഹായമാകും. ഇനി നമ്മുടെ കോഴ്സിൻ്റെ മറ്റ് ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് PDF ക്യാപ്സ്യൂൾ നോട്ട്സ് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റെക്കോർഡായിട്ട് നമ്മുടെ ക്ലാസ്സസ് എല്ലാം കിട്ടും. ലൈവ് ഇൻറ്ററാക്ഷൻ ഉണ്ട്. നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മുടെ തന്നെ ആപ്ലിക്കേഷനിലൂടെയാണ് ലഭിക്കുന്നത്. അത് എല്ലാ ഡിവൈസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെൻറ്റർഷിപ്പ് ഉണ്ട്. പിന്നെ ടോപ്പിക് വൈസ് MCQs കിട്ടും. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡൽ പരീക്ഷകളുണ്ട്. ഇൻ്റർവ്യൂ വൺസ് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഗൈഡൻസും ഈ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. മെയ് 10 അത് സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജോയിൻ ചെയ്ത 200 പേർക്ക് നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4500 രൂപയ്ക്കാണ് ഈ കോഴ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ എക്സാം പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് PSC.